കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം വെല്ലുവിളിക്കപ്പെട്ട സംഭവമാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷത്തു നിന്നും നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് ലഭ്യമായി. റൂൾ 50 അനുസരിച്ചുള്ള പ്രമേയത്തിന്റെ സമയം വന്നപ്പോൾ പ്രമേയം നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് സന്നദ്ധമായി. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും യാഥാർത്ഥ്യത്തിനും സത്യത്തിനും നിരക്കാത്ത ചില പ്രശ്നങ്ങൾ ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നതിനും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPM-നെയും അതുവഴി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആക്ഷേപിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ പ്രമേയത്തിന്റെ ഉള്ളടക്കം വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള സൗകര്യം ഉപയോഗിക്കുന്നതിന് പകരം പ്രമേയം അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കാതെ നിയമസഭാ സമ്മേളനം അലങ്കോലമാക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. കുറ്റകരമായ ഈ നടപടിക്ക് നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. നിയമസഭ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് നിലവിലുള്ള റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. എല്ലാ അംഗങ്ങളും പാലിക്കേണ്ടുന്ന ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ നടപടിയും സഭയിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത്. വസ്തുത ഇതായിരിക്കെ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും എതിരായി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. സ്പീക്കർ മറുപടി പറഞ്ഞു, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ചു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പലപ്പോഴായി സ്വീകരിക്കുന്ന നിലപാട് എല്ലാവരെയും ആക്ഷേപിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ള ഒരാൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ പരിഹസിക്കാം. ഇത്തരം ജനാധിപത്യ കീഴ്വഴക്കങ്ങൾക്കും നടപടിച്ചട്ടങ്ങൾക്കും വിരുദ്ധമായി ഇത്തരമൊരു നിലപാട് തുടർച്ചയായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഈ സമീപനം പലപ്പോഴും നിയമസഭയിൽ വിമർശന വിധേയമായിട്ടുണ്ടെങ്കിലും തിരുത്തുന്നതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം നിയമസഭയിൽ പലപ്പോഴും വിലപിക്കാറുണ്ട്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു, അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തുന്നു. അദ്ദേഹം നിരന്തരമായി ഇത്തരമൊരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിമർശനം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അതുമാത്രമാണ് നിയമസഭയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മറ്റൊരു സംഭവം കൂടി നിയമസഭയിലുണ്ടായി. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷത്തുള്ള
ചില MLA-മാർ അതിക്രമിച്ച് കയറുകയുണ്ടായി. വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞിട്ടും അവരെ തള്ളി നീക്കി സ്പീക്കർക്കെതിരെ നീങ്ങുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണ്ടായി. വാച്ച് ആൻഡ് വാർഡ് വളരെ സംയമനത്തോടുകൂടി തടഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ അവർ സ്പീക്കറെ കയ്യേറ്റം ചെയ്യുമായിരുന്നു. അത് നിയമസഭയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സഭാതലം ഏത് സ്വഭാവത്തിലുള്ള നിലയാണ് സ്വീകരിക്കുക? അപ്പൊ സ്പീക്കറെ കയ്യേറ്റം ചെയ്യാൻ, ബോധപൂർവം കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. അപ്പൊ ഇത്തരം ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഇന്ന് കേരള നിയമസഭയിൽ ഉണ്ടായി എന്നുള്ളതാണ് ചില വസ്തുതകൾ. അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ ജനാധിപത്യ ബോധം സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ജനങ്ങൾ ഈ തെറ്റ് ശരിയും വേർതിരിച്ചറിഞ്ഞ് ശരിയുടെ പക്ഷത്ത് അണിനിരക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി പ്രതിഷേധിക്കുന്നു. ചർച്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഗവൺമെന്റിന്റെ നിലപാടാണ് ശരി. ആ ശരിയുടെ പക്ഷത്ത് ജനങ്ങൾ നിൽക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം. സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ പ്രമേയം ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ. പ്രമേയം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച നടത്തേണ്ട ഉത്തരവാദിത്വം പിന്നെ സഭയ്ക്കല്ലേ? അതിന് പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷമല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്? പ്രതിപക്ഷം എന്താ ചെയ്തത്? നിയമസഭ അലങ്കോലമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തത്. ഇപ്പൊ സ്പീക്കറുടെ ഡയസ്, സ്പീക്കറുടെ മുഖം മറിച്ച് ബാനർ പിടിക്കുക, എന്ത് ജനാധിപത്യ രീതിയാണത്? സ്പീക്കറല്ലേ, സ്പീക്കറുടെ മുഖത്ത് നോക്കിയിട്ടാണ് എല്ലാവർക്കും സംസാരിക്കുന്നത്. പരസ്പരം നോക്കിയല്ല സംസാരിക്കുന്നത്, സ്പീക്കറുടെ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നുള്ളതാണ് ചട്ടം. സ്പീക്കറുടെ മുഖം മറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ചട്ടം പാലിക്കപ്പെടുമോ? അപ്പോ അവിടെയാണ് ബോധപൂർവം കുഴപ്പങ്ങൾ അവർ സൃഷ്ടിച്ച് കുഴപ്പങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പൊ സ്പീക്കർക്കെതിരായി, സ്പീക്കറുടെ റൂളിങ്ങിനെതിരായി തെറ്റായ നിലപാടെടുത്തു പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ വിശദീകരണം നൽകി, മുഖ്യമന്ത്രി വിശദീകരണം നൽകി. അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവരെല്ലാം രംഗത്ത് വരികയാണ്. അങ്ങനെയാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന നിലപാട് സ്വീകരിച്ചത്. വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവം? സ്പീക്കറെ അവർ കയ്യേറ്റം ചെയ്യും. അപ്പൊ ഇതുപോലുള്ള നീക്കമാണ് സഭയ്ക്കകത്തുണ്ടായത്. പ്രമേയം ചർച്ച ചെയ്യുക എന്നുള്ള നിലപാട് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചത് സതുദ്ദേശപരമാണ്. മുഖ്യമന്ത്രി എത്രയും വേഗം ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ജനങ്ങൾ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കണ്ടല്ലോ. ഒരു കളവിന്റെ ഇല്ലാത്ത സത്യവിരുദ്ധമായ പ്രശ്നങ്ങളുടെ ഒരു പുകപടലം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തുറന്ന് ചർച്ച നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ആ ഒരു നിലപാടാണ് ഇടതുപക്ഷം, കേരളത്തിലെ ഭരണപക്ഷം ഇന്ന് സഭയ്ക്കകത്ത് നിലപാടെടുത്തത്. അതല്ല, അത് ആ വിഷയമുണ്ടെങ്കിൽ അവര് ചോദ്യോത്തര വേള പരിഷ്കരിച്ചത് അതിന്റെ പ്രതിഷേധമായി. അവര് പറഞ്ഞത് സത്യമല്ല, സത്യവിരുദ്ധമാണ് പറഞ്ഞത്. അവിടെ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യുന്ന രീതി സ്പീക്കർ വിശദീകരിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതും സ്പീക്കർ വ്യക്തമാക്കി. അപ്പൊ സ്പീക്കറുടെ വിശദീകരണത്തിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ. സ്പീക്കറുടെ വിശദീകരണം അവർക്ക് ബോധ്യമല്ലെങ്കിൽ അവർക്ക് മറ്റൊരു നടപടി സ്വീകരിക്കാം. ഇന്ന് ക്വസ്റ്റ്യൻ അവർ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചല്ലോ. ആദ്യം മുദ്രാവാക്യം വിളിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ നോക്കി. അത് ഫലപ്രദമായില്ല എന്ന് വന്ന സമയത്ത് അവർ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. അതവിടെ നിൽക്കണ്ടേ? പിന്നെയുള്ള സഭാ നടപടികളിൽ സഹകരിച്ചുകൊണ്ടുള്ള സമീപനം എടുക്കണ്ടേ? ഇതാണ്, അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ പ്രശ്നത്തിൽ അറിയിക്കുകയാണ്.
പക്ഷെ സ്പീക്കറും സർക്കാരിന് വേണ്ടി ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളിലുണ്ടായിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവിനോട് ആരാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ആരെങ്കിലും സഭയിലുണ്ടായിരുന്നു? സഭയിലുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെയാണോ സംഭവം ഉണ്ടായത്? അല്ല, ഞാൻ സഭയിലുണ്ടായിരുന്ന ആളല്ലേ. നിങ്ങൾ സഭയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഭയിലുണ്ടായിരുന്ന ആളാണ്. നിങ്ങൾ ഗാലറിയിലാണ് ഇരിക്കുന്നെങ്കിൽ ഞാൻ സഭയിൽ ഇരിക്കുന്ന ഒരാളാണ്, സഭയിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. എന്താ യഥാർത്ഥം സംഭവിച്ചത്? പ്രതിഷേധം നടത്തി ഇദ്ദേഹം സംസാരിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്പീക്കർ ചോദ്യം ചെയ്യാണ് ഒരു അംഗം. അപ്പാണ് അയാൾ അദ്ദേഹത്തോടാ ചോദിക്കുന്നത്, ആരാ നിങ്ങളുടെ നേതാവ്? പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്നതിനോ പ്രതിപക്ഷ നേതാവിനെ വില കുറച്ച് കാണിക്കാനല്ല. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത അംഗങ്ങളുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് സ്പീക്കർ പറഞ്ഞത് ആരാ നിങ്ങളുടെ നേതാവ് എന്നുള്ളത്. കാരണം ഒരേ സന്ദർഭത്തിൽ ഇവരെല്ലാം വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുക. സീറ്റിലിരിക്കാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അവർ സീറ്റിൽ പോകാതിരിക്കാം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് സ്പീക്കർ ചോദിച്ചത്. മാത്യു കുഴൽനാടൻ സ്പീക്കറുമായി തട്ടിക്കയറി സ്പീക്കർക്കെതിരായ നിലപാടെടുത്ത് വന്നപ്പോഴാണ് ആരാ നിങ്ങളുടെ നേതാവ് എന്നുള്ളത് മാത്യു കുഴൽനാടൻ MLA യോടാണ് ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഇതല്ലേ സത്യം നിയമസഭയിൽ നടന്നത്? നിങ്ങളെ പറഞ്ഞത് അതല്ല. പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് എത്ര തവണ സ്പീക്കർ പറഞ്ഞു ഇവരെ തിരിച്ചു പിടിക്ക്, ഇവരെ നിങ്ങൾ സീറ്റിൽ പോകാൻ നിർദ്ദേശം കൊടുക്ക് എന്ന് പ്രതിപക്ഷ നേതാവിനോട് എത്ര തവണ പറഞ്ഞു? പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലല്ലോ. അത് ഇന്ന് മാത്രമല്ല, ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാറില്ല. പ്രതിപക്ഷ നേതാവ് ഇനി പറഞ്ഞു തന്നെ വിചാരിക്കാം. അനുസരിക്കുന്നവർ വേണ്ടേ? അവിടെ അനുസരിക്കുന്നില്ല പ്രതിപക്ഷത്തുള്ള പല MLA മാരും. അതാണ് സഭയിൽ സംവിധാനം. യഥാർത്ഥ പ്രതിപക്ഷത്തുള്ള MLA മാർ പ്രതിപക്ഷ നേതാവ് ഒരു നിർദ്ദേശം നൽകിയാൽ അത് അംഗീകരിക്കട്ടെ. അത് അംഗീകരിക്കാത്ത നിലപാടാണ് പല MLA മാരും പല അംഗങ്ങളും അവിടെ സ്വീകരിക്കുന്നത്. അതാണ് പ്രശ്നം. അതാണ് അതിന്റെ ഒരു ആവശ്യം വരണ്ടേ? താൽക്കാലികമായി നിർത്തിവെച്ച് അതൊരു ഇഷ്യൂവിന്റെ മേലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ആലോചന നടത്തിയാൽ അത് സഹകരിച്ചോളൊന്നുമില്ല. പക്ഷെ അതായിരുന്നില്ല സഭയിലെ അന്തരീക്ഷം. അതാണ് പ്രശ്നം. അല്ല, അത് പ്രതിപക്ഷം തീരുമാനിക്കുന്നത് അല്ല. ഈ ഒരു ഇഷ്യൂ ഒരു തവണയെ ഉന്നയിക്കാൻ അവസരമുള്ളൂ. അതാണ് ചട്ടം പറയുന്നത്. അതിപ്പോ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. അതിന്റെ നയപരമായ പ്രശ്നമാണത്. നയപരമായ പ്രശ്നം സ്പീക്കർ തന്നെയാണത് വിശദീകരിക്കുന്നത്. എന്തെങ്കിലും തോന്നുന്നു അത് വേണ്ടേ? അല്ല, ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല. നടപടി എടുക്കണ്ടേ? സ്പീക്കർ തീരുമാനം അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം വേണമെങ്കിൽ പറയാ എന്നുള്ളത് പറയാണ്. 2011 കേരള നിയമസഭയിൽ ഒരു പ്രശ്നമുണ്ട്. 2011 അന്ന് സ്പീക്കർ ബഹുമാനപ്പെട്ട കാർത്തികേയനാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. കാർത്തികേയന്റെ ഒരു റൂളിങ്ങിനെതിരായി 2 MLA മാർ ഇടപെട്ടു എന്ന പ്രശ്നമുണ്ടായപ്പോൾ ആ 2 MLA മാർ ജെയിംസ് മാത്യുവും TV രാജേഷുമാണ്. അവരെ ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ച് ഇവരെ സസ്പെൻഡ് ചെയ്ത കീഴ്വഴക്കം കേരള നിയമസഭയിലുണ്ട്. സ്പീക്കറുടെ റൂളിംഗ് ലംഘിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി, റൂളിംഗ് ലംഘിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം കേരള നിയമസഭയിലുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് സാന്ദർഭികമായി ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. ഇവിടെ തെറ്റ് ചെയ്ത ആളുകൾക്കെതിരെ എന്ത് നിലപാട് എന്നുള്ളത് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. സ്പീക്കറുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ചുള്ള പ്രതികരണം പറയാം. ആണ് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ച തെറ്റാന്നല്ലേ പറഞ്ഞത്? മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ച് സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം കേരള നിയമസഭയിൽ 2011 ഉണ്ടായി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഉമ്മൻചാണ്ടി തെറ്റിയതെന്നോ കാർത്തിക് തെറ്റിയതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. രാജേഷും ജെയിംസ് മാത്യുവും തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിയമസഭയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അല്ല, അത് നമുക്ക് പരിശോധിക്കാം. അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. എനിക്ക് മനസ്സിലായി വിഷയം. അത് അന്നത്തെ സാഹചര്യത്തിലുണ്ടായ പ്രശ്നമാണ്. ഞാനിപ്പോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം കഴിഞ്ഞ കാല സംഭവങ്ങളെ കുറിച്ചോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഞാൻ തയ്യാറാകുന്നു. അത് അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പലരും വിശദീകരിച്ചിട്ടുള്ളതാണ്, പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ മേലെ ഒരു പരിശോധന നടത്തിയ ഒരു അഭിപ്രായം പറയാൻ ഞാനിപ്പോ തയ്യാറല്ല. ഇന്നത്തെ കാര്യമല്ലേ പറയേണ്ടത്. ധാർമ്മികമായിട്ടൊക്കെ LDF-ന് അവകാശമുണ്ട്. ആ അവകാശം നഷ്ടപ്പെട്ടൊന്നും പോയിട്ടില്ല. ഞാൻ LDF-ന്റെ കൺവീനറാണ്. എനിക്കതിന്റെ ഒരു ധാർമ്മികത ഒന്നും ഒരു തരത്തിലും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാനിന്ന് LDF കൺവീനറായിരുന്നാ പറയുന്നത്. തീരെ TP രാമകൃഷ്ണൻ എന്ന വ്യക്തി എന്നുള്ളതല്ല. ഞാനാണിന്ന് LDF-ന്റെ കൺവീനർ. എനിക്ക് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ നിയമസഭയിൽ ഇതിപ്പോ 13ാമത്തെ വർഷമാണ് ഞാൻ കേരള നിയമസഭയിൽ. 2001, 2006, 2016, 2021. 2021 വീണ്ടും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 ഇപ്പം ഇനി ഒരു കൊല്ലോ 1.5 കൊല്ലോ മറ്റോ ഉണ്ട്. ഈ ടേം ഞാൻ എന്തായാലും പൂർണ്ണമായിട്ട് ഞാൻ മരിച്ചിട്ടില്ലേ ഞാൻ നിയമസഭയിൽ ഉണ്ടാവും എന്തായിരുന്നാലും. അപ്പൊ അതുകൊണ്ട് ഇതിലെല്ലാം ഞാനെടുത്തൊരു നിലപാടുണ്ട് നിയമസഭയിൽ എല്ലാ കാലത്തും. കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് ഞാൻ നിയമസഭയിൽ അംഗമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ വക്കം പുരുഷോത്തമൻ, അദ്ദേഹം ഒരു സ്റ്റീം റോസ്റ്ററാണല്ലോ. വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരിക്കുന്ന സമയത്തും ഞാൻ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരും ശിക്ഷണം നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ പറഞ്ഞത്. രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. രാധാകൃഷ്ണന്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. K. രാധാകൃഷ്ണൻ. ഞാൻ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ്. അതേ പറഞ്ഞു. അതിനെപ്പറ്റി ഞാനൊരു ഓപ്പറേഷൻ നടത്താൻ തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം നിങ്ങളുടെ മുമ്പിലില്ലേ. ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളും അന്ന് പാർട്ടികൾ പറഞ്ഞ അഭിപ്രായങ്ങൾ, ഗവൺമെന്റ് പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഇപ്പൊ ഒരു ഓപ്പറേഷൻ വിധേയമാക്കാൻ ഞാൻ തയ്യാറല്ല. അതത് പ്രദേശത്തെ ആളുകളൊക്കെ MLA-മാരാണ് അവതരിപ്പിക്കുക വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് കണ്ണൂരിലെ ഒരു MLA-ആണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ലീഗിൽ ഉൾപ്പെടെയുള്ള MLA-മാർ മുതിർന്ന ആളുകൾ തന്നെ നിലവിൽ നിയമസഭയിലുണ്ട്. അങ്ങനെയും അവതരിപ്പിക്കാം. ഇപ്പൊ ഒരു ജില്ല മാറി ഒരു MLA പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ റൂൾസ് ഓഫ് പ്രൊസീഡിങ്സിൽ ഇല്ല. അപ്പൊ എനിക്ക് തിരുവനന്തപുരത്തുള്ള വിഷയം അവതരിപ്പിക്കാം. അതിലെന്തെങ്കിലും അഭിപ്രായ പ്രശ്നങ്ങളുടെ ബന്ധപ്പെട്ട സ്ഥലത്തെ MLA-മാരെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയും. അതുകൊണ്ട് അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല. അവതരിപ്പിക്കുന്ന താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് ഈ അവതരിപ്പിച്ച ആളുകളാണ്. ആരാണിത് അവതരിപ്പിക്കേണ്ടത്? മലപ്പുറത്ത് എത്രയോ കഴിവുള്ള മലപ്പുറം ജില്ലയുടെ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ പറയാൻ പറ്റുന്ന ആളുകളൊക്കെ എത്രയുണ്ട് സഭയിൽ. അവരൊന്നും അവതരിപ്പിച്ചില്ല. സണ്ണി ജോസഫിനെ കൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അത് അവര് പറട്ടെ. ഞാനിപ്പോ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഇപ്പൊ നടത്താൻ തയ്യാറാവുന്നില്ല. ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇപ്പൊ തന്നെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന പല നിലപാടിനോടും ഞങ്ങൾ തുറന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വർഗീയമായ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ലീഗ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എല്ലാ കാലത്തും ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലീഗിനെ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ലീഗ് ഇപ്പോ SDPI, ജമാഅത്ത് ഇവരെല്ലാമായി സഖ്യമുണ്ടാക്കി, ഇവരെല്ലാമായി ധാരണയുണ്ടാക്കി, കൂട്ടുകെട്ടുണ്ടാക്കി UDF-നോടൊപ്പം അണിനിരത്തുകയാണ്. അതാണ് കേരള രാഷ്ട്രീയത്തിൽ അനുഭവപ്പെടുന്നത്. അത്തരമൊരു നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ആ നിലപാടിൽ നിന്ന് അവർ പിന്തിരിയണം എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥന. ലീഗിനെയും
ഒന്നിച്ച് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ലീഗിൽ ചില നിലപാടുകളുണ്ട്, പക്ഷേ ലീഗും SDP-യും ഒന്നല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്നാണെന്ന് ലീഗും SDP-യും ഒന്നല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ SDP-യുമായിട്ട് സഹകരിക്കാൻ ലീഗ് തയ്യാറാകരുത് നമ്മൾ പറയുന്നത്. തയ്യാറാകുന്നുണ്ടല്ലോ. ഇല്ല, അതെനിക്കറിയില്ല. കേരളത്തിൽ അങ്ങനെ അനുഭവമില്ലെന്ന്. കഴിഞ്ഞ സഭാ തെരഞ്ഞെടുപ്പുകളിൽ അനുഭവമില്ലെന്ന്. നമ്മുടെ നാടിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കോ, ആ ചരിത്രത്തിലില്ലേ. പിന്നെ മലപ്പുറത്ത് CPIM ന്യൂനപക്ഷത്തിനെതിരാണ് എന്ന നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കാൻ കഴിയുക? 1921 വലിയ കർഷക കലാപം ഉണ്ടായത്. ആ കർഷക കലാപത്തെ കുറിച്ച് എതിർപ്പ് പറയുന്നവർ ഇപ്പം മലപ്പുറത്തിന് വേണ്ടി നിൽക്കുന്നവർ എന്താണെന്ന് പറഞ്ഞത്? കർഷക കലാപമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? കർഷക കലാപമായിട്ട് അംഗീകരിച്ച് അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് EMS ഗവൺമെന്റാണ് മുൻകൈയെടുത്തത്. EMS ഗവൺമെന്റ് അല്ലേ മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അതൊരു ന്യൂനപക്ഷത്തിന്റെ ജില്ലയൊന്നല്ല. എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയുടെ പിന്നോക്കാവസ്ഥയുണ്ട്. ആ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ദേശാഭിമാനി മുൻകൈയെടുത്ത് അവിടെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചു, 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു, മലപ്പുറത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം വിശകലനം ചെയ്ത് അങ്ങനെ ഒരു നീക്കങ്ങളൊക്കെ CPM നടത്തിയില്ലേ. ഇപ്പോ മലപ്പുറം ജില്ലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, മലപ്പുറം ജില്ലയുടെ വികാസത്തിന് വേണ്ടിയാണ്, മലപ്പുറം ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടിയാണ്. അതിന്റെ ഭാഗത്ത് എപ്പോഴും അവിടെ അതൊരു ന്യൂനപക്ഷത്തിന്റെ ജില്ലയാണ് എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടില്ല. ആ നിലപാട് ഞങ്ങളുടെ പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. ഈ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്തിനാണ് പല കാര്യങ്ങളും സെൻസർ ചെയ്യുന്നത്? പല കാര്യങ്ങളില്ലല്ലോ. എന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായ ഒരു പ്രത്യേക സംഭവമാണ്. ഈ സ്പീക്കർക്കെതിരായി നടത്തിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും തെറ്റാണ്. അത് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, പ്രതിപക്ഷ സമരം കാണിച്ചോന്ന് എനിക്കറിയില്ല. അല്ല, അതെനിക്കറിയില്ല. അത് സ്പീക്കറുടെ നിയന്ത്രണത്തിലാണത്. ഞങ്ങളതിലൊരു വേറെ നിലപാടൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്പീക്കർ ഈ സഭാ TV-യുടെ പിന്നെ ഇത് ഒഴിവാക്കിയത്, ഈ ഭാഗം ഒഴിവാക്കിയത്. ഇങ്ങനെ ഒരു നീക്കം, ഒരു കുറ്റകരമായ നീക്കം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. അതിന്റെ മറ്റു വിശദാംശങ്ങളെല്ലാം സ്പീക്കർ തന്നെയാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞില്ലേ? അതിന്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ടാവില്ല. അതൊക്കെ അഭിപ്രായമല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അയാൾ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനല്ലേ. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ ആരോപണം വന്നാൽ ആരോപണം ഉന്നയിച്ചുള്ള നടപടിയല്ല. ആ ആരോപണത്തിൽ ശരിയുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം. അതാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കും അല്ലേ? ആ പ്രശ്നമല്ലേ ഉദ്ദേശിച്ചത്? ആണോ? അല്ല, പൂരം അലങ്കോലമാക്കി എന്ന് ആരോപിക്കപ്പെട്ട ഒരാളാണല്ലോ DGP. അതുണ്ടോ ഇല്ലോ എന്നുള്ളത് പരിശോധനയിലാണ്. ഈ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ 3 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട്. അതിലൊന്ന്, ഈ പൂരം അലങ്കോലപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് IG വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട്. രണ്ടാമത്തെ അന്വേഷണം, ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ആ വീഴ്ച പരിശോധിക്കുന്നതിന് DGP മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട്.
ADGPയെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ DGPയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 പരിശോധനാ റിപ്പോർട്ടുകളും വന്നിട്ടില്ല. പിന്നെ മറ്റൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുന്നതും പറയുന്നതും നല്ലതാണ്. ഈ പൂരം കലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ പൂരം കലക്കിയിട്ടുണ്ടോ? കലക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പൂരത്തിന്റെ വെടിക്കെട്ടാണ് തടസ്സപ്പെട്ടത്. പറയട്ടെ, പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വെടിക്കെട്ട്. ആ വെടിക്കെട്ടാണ് അലങ്കോലപ്പെട്ടത്. വെടിക്കെട്ട് നടക്കാതിരുന്നിട്ടില്ല. അപ്പൊ ആ വെടിക്കെട്ട് അലങ്കോലമായ സംഭവമാണ് ഈ പ്രശ്നത്തിൽ ഉണ്ടായത്. അതിന്റെ ഗൗരവത്തെ അത് അലങ്കോലപ്പെടാൻ പാടില്ല. ആ പ്രശ്നം ഗൗരവത്തിലെടുത്ത് പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധന പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ വന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒരു നടപടിയിലേക്ക് എത്തി. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിശോധന പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിശോധന പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതിന്റെ അവസാന നിലപാട് ഗവൺമെന്റ്. ഞാൻ നിങ്ങളെ മീഡിയസിന് മുമ്പിൽ ഞാൻ പലപ്പോഴും നിങ്ങളൊന്ന് ക്ഷമിക്ക്, കാത്തിരിക്ക്, നടപടി വരും, ഉണ്ടാകും. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലേ? കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലേ? ഈ പ്രശ്നത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതാണ് ചെയ്തത്. അതൊന്നും ഞാനല്ല പറയേണ്ടത്. അതൊക്കെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. ഇത് പ്രാഥമിക റിപ്പോർട്ടാണ്. ഞാൻ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് ഇതിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരെ പരിശോധിക്കാൻ അന്വേഷണ റിപ്പോർട്ട് വന്നു. അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞ് മറ്റു ഓർഡറെ മാറ്റുന്നു പറയുന്നുണ്ട്. ആ ഓർഡറിനകത്ത് എന്തുകൊണ്ടാണ് മാറ്റിയത് എവിടെയും പറഞ്ഞില്ല. LDF തെരഞ്ഞെടുപ്പായ അല്ല, അത് ഞാനല്ല ഈ ഉത്തരവ് സൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ? ഞാനിതിനകത്ത് എന്റെ പ്രശ്നം നിങ്ങൾ പറഞ്ഞതല്ല. ഇത് നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ് പ്രശ്നം. ഇതിനകത്ത് പൂരത്തിന്റെ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്തിനെങ്കിലും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? പൂരത്തിന്റെ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ 3 തലത്തിലുള്ള അന്വേഷണം നടത്താൻ ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച കാര്യം ഇവിടെ പറഞ്ഞില്ലേ ഞാൻ? ആ റിപ്പോർട്ടൊക്കെ വരട്ടെ, എന്നെങ്കിലാണ് ഇതിന്റെ അവസാനം താങ്കൾ പറഞ്ഞ വികാരമൊക്കെ ശരിയാണ്. ഇതിന്റെ റിപ്പോർട്ട് പരിശോധിക്കണം, പരിശോധിച്ച് നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കണം. ഈ 3 റിപ്പോർട്ട് വരട്ടെ, 3 അന്വേഷണം പൂർത്തിയാവട്ടെ. പൂർത്തിയായതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം? അതല്ല ഞാൻ പറയും. നിങ്ങളെന്തിനെ ഞാൻ പറയും വെറുതെ വ്യാഖ്യാനിക്കല്ല. എന്തിനാ നമ്മൾ വെറുതെ സമയം നോക്കുന്നത്? വെറുതെ വ്യാഖ്യാനിക്കല്ല. ഇപ്പൊ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് കിട്ടി. ആ റിപ്പോർട്ടിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി 3 തലത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കണ്ടേ? ഇത് ADGPന്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. ADGPന്റെ പ്രശ്നത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ADGPന്റെ പ്രശ്നത്തിന് സാമ്പത്തിക കുറ്റം ആരോപിക്കപ്പെട്ടിട്ടില്ലേ? അത് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പലതരത്തിലുള്ള അന്വേഷിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ 3 അന്വേഷണത്തിന് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി വരട്ടെ. എന്നിട്ട് നമുക്ക് അവസാന നിലപാട് ഈ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഇനി അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പോട്ട് നടക്കൊന്നുമില്ലേ? പണി കുറവാ തോന്നുന്നു അല്ലേ? ഓ, എനിക്കതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. സുരേന്ദ്രന്റെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ പറഞ്ഞത്. അതിന് അപ്പീൽ പോകുന്ന കാര്യം അവിടെ സുരേന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രമേശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഞാൻ കണ്ടു. അതിന്റെ മറ്റു വിശദാംശങ്ങളും കോടതിയുടെ വിശദാംശങ്ങളും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണോ? അതിനൊക്കെ എത്ര സമയമുണ്ട്? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യട്ടെ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചോദിക്കും ആരാ സ്ഥാനാർത്ഥി. അപ്പൊ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം പറഞ്ഞോളൂന്നില്ല. പിന്നെ ആലോചിച്ചിട്ട് പറയുകയും ചെയ്യാമല്ലോ.
ഇലക്ഷന്റെ മറ്റൊരു നടപടിയിലേക്കും കടന്നിട്ടില്ല. അതിന്റെ പ്രാഥമിക സംഘടനാ പ്രവർത്തനങ്ങൾ ആലോചിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട്, ചേലക്കര 2 അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, വയനാട് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. അതാണ് ഇപ്പോൾ ഉള്ള നില. അപ്പൊ അതിന്റെ ഒരു പ്രാഥമിക ആലോചന കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷന് ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ്. അൻവറിന്റെ ആരോപണത്തിന്റെ ഒക്കെ പിറകിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ പിറകിലൊന്നും പോകാൻ കഴിയില്ല. എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചോദിക്കും, എന്നിട്ട് അഭിപ്രായം പറയാം. ഞങ്ങൾ എന്താ തെറ്റിയെന്നുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ആരാണ് ഈ BJP ആയിട്ട് അന്തർധാര ഉണ്ടാക്കുന്നതല്ലേ ഇവിടെ പിണറായിയെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണം? നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സ് പറയുന്നുണ്ടോ അങ്ങനെ എന്താ സംഭവിക്കുന്നു? ഉണ്ടെങ്കിൽ തെറ്റാ. BJP-യും LDF-ഉം BJP-യും UDF ഉണ്ട്. BJP UDF അത് അവരെ തീരുമാനിക്കേണ്ട കാര്യമാണ്. BJP LDF-ഉമായിട്ട് എവിടെയെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ട് തെറ്റാണത്. അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. അതാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, എനിക്കറിയില്ല ഇതിന്റെ വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJP-യുമായി സഹകരിക്കുന്ന ഒരു നിലപാടിനും സ്വീകരിക്കുന്നില്ല, തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും പ്രദേശത്ത് ഒറ്റപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെട്ടാൽ തീർത്തും.